ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. അവിടെ പറയുന്നു, യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. ആമേൻ. അടുത്തത്, വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ പോകുന്ന ഭാഗത്തിൻ്റെ ഏറ്റവും 1-ാമത്തെ ഭാഗമാണ് നാം വായിച്ചത്. ആമേൻ. അവിടെ പറയുന്നു, ദൈവം ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ച നാളും അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പത്തി വിവരത്തെക്കുറിച്ച് പറയുകയാണ്. ആമേൻ. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? വയലുണ്ടായിരുന്നു. വയൽ കാണിക്കുന്നത് മുളച്ചു വരുന്ന ഇടമാണ് വയൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ വചനം പറയുന്നു, ദൈവം ഭൂമി നിർമ്മിച്ചു, വയലും നിർമ്മിച്ചു. പക്ഷേ വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല. അടുത്തത്, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. അടുത്തത്, ആമേൻ, നിലത്തു വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ആമേൻ. അടുത്തത്, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും എന്ത് ചെയ്തു? ചുവന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വയലിലെ സസ്യമൊന്നും മുളച്ചു വന്നില്ല. ആമേൻ. യാതൊരു ചെടിയും ഈ വയലിനകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വചനം പറയുന്നു, ഈ നിലമൊക്കെയും നനയ്ക്കുന്നത് ആമേൻ രാവിലെയും വൈകിട്ടും പൊങ്ങുന്ന മഞ്ഞു മുഖാന്തരമാണ് ഈ നിലത്തെ നനച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞാൽ ഭൂമിയുണ്ട്, പക്ഷേ ലഭിക്കേണ്ട യാതൊരു നന്മകളും എവിടെയില്ല? ഭൂമിക്കകത്തെ വയലിനകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു ചെടിയും മുളച്ചില്ല, ഒരു സസ്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ആ പ്ലേസിനകത്തേക്ക് അടുത്ത വചനം പറയുകയാണ്, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ നിർമ്മിച്ച് നിർത്തിയ പ്ലേസ് എന്ന് പറഞ്ഞാൽ, ആമേൻ, ഒരു ചെടിയില്ലാത്ത, ഒരു സസ്യമില്ലാത്ത, ഒരു നിറവില്ലാത്ത ഒരു പ്ലേസിനകത്ത് കൊണ്ട് നിർത്തി. ഓ ഹല്ലേലൂയ. 1-ാമത്തെ ഭാഗത്തിനകത്ത് ആമേൻ ഈ മനുഷ്യൻ നിൽക്കുന്നത്, ആ മനുഷ്യൻ ആയിരിക്കുന്നത് ആമേൻ ആമേൻ മഞ്ഞു പൊങ്ങി നനയ്ക്കുന്ന ഒരു നിലത്തിനകത്താണ്. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിലം പോലും നനയപ്പെടുന്നത് എങ്ങനെയാണ്? മഞ്ഞു പോകി രാവിലെയും വൈകിട്ടും. ആമേൻ. ഒരു സീസണിൽ മാത്രം എന്ത് ചെയ്യും? മഞ്ഞു പൊങ്ങും, അതിനകത്ത് നനയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് എന്താ? ഒരു ഡ്രൈനസ്സാ. ആമേൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എന്താ? അവിടെ സസ്യങ്ങളില്ല. ആമേൻ. ആഹാരമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ ഒന്നുമില്ല. ആ വയലിൽ യാതൊരു ചെടി ഉണ്ടായിരുന്നില്ല, സസ്യം മുളച്ചതുമില്ല. എന്നാൽ അടുത്ത വചനത്തിൽ പറയുകയാണ്, ദൈവം മനുഷ്യനെ ആ നിലത്ത് നിർത്തി. എന്നാൽ 8-ാമത്തെ വാക്യം തുടങ്ങുകയാണ്, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത വചനം പറയുന്നു, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. ഓ ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ആക്കി വച്ച പ്ലേസ് ഒരു സസ്യം മുളയ്ക്കാത്ത, ഒരു ചെടിയില്ലാത്ത, ആഹാരം കൊടുക്കാത്ത, നന്മയില്ലാത്ത ഒരു ഡ്രൈ പ്ലേസിനകത്ത് ദൈവം മനുഷ്യനെ ആദ്യം നിർത്തി. എന്നാൽ അടുത്ത ഒരു സീസൺ മനുഷ്യന് വേണ്ടി തുറക്കുകയാണ്. അത് യഹോവയായ ദൈവം ഉണ്ടാക്കിയ ഒരു തോട്ടം
അവന് വേണ്ടി ഉണ്ടാക്കിയെന്ന്. ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ദൈവം ചില പ്ലേസുകൾ ഒരുക്കുകയാണ്. ദൈവം ഉണ്ടാക്കിയ ഒരു പ്ലേസിനകത്തേക്ക് നിന്നെ കൊണ്ട് നിർത്താൻ പോവുകയാണ്. ഇതുവരെ നീ കണ്ടത് ഒരു ഡ്രൈനസ് ഉള്ള പ്ലേസ് ആണെങ്കിൽ, ഇതുവരെ നന്മ കാണാത്ത ഒരു പ്ലേസിലാണെങ്കിൽ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, അതിൽ നിന്നും നിന്നെ ഒരു മേജർ ഷിഫ്റ്റ് തരുന്ന ഒരു പകലാണിത്. ഒരു തോട്ടം ഉണ്ടാക്കുന്ന സീസൺ ഏതാ? ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ഇടം ഈ സീസണിൽ തുറക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ നീ ശൂന്യതയുടെ നടുവിലാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം ഒരു തോട്ടം ഉണ്ടാക്കാൻ പോകുന്നു. Praise the Lord. Hallelujah. വിശ്വസിച്ച് ഏറ്റെടുത്തോ. ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുകയാണ്. ഈ സീസണിൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ചില ഇടങ്ങൾ തുറക്കപ്പെടും. യോസേഫേ, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ചില പൊസിഷനുകൾ ആരാധിക്കുന്നെങ്കിൽ ശക്തിയോടെ കരങ്ങളെ തട്ടി കർത്താവിനെ ആമേൻ പറ. ഇത് നിനക്ക് വേണ്ടി ചിലത് തുറക്കപ്പെടുന്ന സമയമാണ്. Praise the Lord. Hallelujah. Hallelujah. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീസണിൽ താൻ നിൽക്കുമ്പോൾ അവിടെ ആ തോട്ടം ഇല്ല. പക്ഷേ അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടക്ക് വേണ്ടി സ്വർഗം ഒരുക്കാൻ പോവുകയാണ്. ശൂന്യത കണ്ടു മടുത്തു പാസ്റ്ററേ, ഒരു നല്ല അനുഭവം കാണാതെ കാലങ്ങൾ കൊണ്ട്. എന്നാൽ ഇന്ന് പകലിൽ നിന്നോട് ആത്മാവ് പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി ചിലത് ഒരുക്കപ്പെടാൻ പോവുകയാണ്. ആത്മാവ് നിങ്ങളിത് പിടിച്ചോ. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത്, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ അതിൽ എൻ്റർ ആകാൻ പോവുകയാണ്. ഓൾറെഡി ഞങ്ങളെ കേൾക്കുന്നവരുടെ ആത്മാവ് പ്രവചിക്കുകയാണ്. നീ ശൂന്യതയുടെ നടുവിലാണെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവ് പ്രവചിക്കുകയാണ്, നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയ ഇടത്തിലേക്ക് നീ എൻ്റർ ആകുന്ന ഒരു സീസൺ. ആത്മാവ് പ്രവചിക്കുന്നു, ഇതുവരെ നിന്റെ മുമ്പിൽ നിന്റെ ചുറ്റും ശൂന്യതയാ, നിന്റെ കയ്യിലൊന്നുമില്ലായിരിക്കാം. എന്ന ആത്മാവ് നിനക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. ഈ സീസണിൽ നിനക്ക് വേണ്ടി ചിലതിനെ കർത്താവ് നിർമ്മിച്ച് നിന്നെ അതിലാക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി ആത്മാവ് പ്രവചിക്കുകയാണ്, നിനക്ക് വേണ്ടി സ്വർഗം ചില ഭവനത്തെ പണിയാൻ പോകുന്നു. ഇന്ന് പകലിൽ എന്നോട് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ഈ പകലിൽ ചിലത് നിനക്ക് വേണ്ടി അവൻ നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ബലം കൊണ്ടല്ല, നിന്റെ അറിവ് കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്താൽ നിർമ്മിതമായ ചില പ്ലേസിനകത്ത് നീ എൻ്റർ ആകാൻ പോവുകയാണ്.
നീ വിചാരിച്ചോ ശൂന്യതയുള്ള, ഒന്നും മുളയ്ക്കാത്ത, ആമേൻ, ഒന്നുമില്ലാത്ത, ആമേൻ, വല്ലപ്പോഴും വല്ല നനവുണ്ടാകുന്ന ഒരു പ്ലേസിൽ നിന്നപ്പോ പിശാചും മനുഷ്യനും നിന്നെ നോക്കി പറഞ്ഞു നീ ഇതിനപ്പുറം പോകത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നു പകലിൽ നിന്നെ ഉറപ്പിക്കുകയാണ്. വയലല്ല, ഒരു തോട്ടം ഉണ്ടാക്കാൻ പോകുന്നു. നീ ചിന്തിച്ചതിലും, നീ ആഗ്രഹിച്ചതിലും, നീ നനച്ചതിലും അത്യന്തം ഫലമായുള്ളത്. നീ മീറ്റിങ്ങിനകത്ത് തുടരുന്ന ഓരോ വ്യക്തികളോട് ആത്മാവ് പ്രവചിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ നിന്റെ പ്ലാനിനകത്തേക്കല്ല നീ കയറി പോകുന്നത്, മാനുഷിക പദ്ധതിക്കകത്തേക്കല്ല നീ കയറി പോകുന്നത്, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളതിനകത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭൂമിക്കകത്ത് വയലുണ്ട്, വയലിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും മുളയില്ല. എന്നാൽ കർത്താവ് ആഗ്രഹിച്ചത്, മോനെ നീ അവിടെ തുടരാനല്ല, എന്റെ ഹൃദയത്തിനകത്തുള്ള ഒരു ഏദനുണ്ട്, അതിനകത്തൊരു തോട്ടം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ചിലതിനകത്തേക്ക് നീ എൻ്ററാകാൻ പോവുക. നീ കാലങ്ങൾ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് അന്യഭാഷകളിൽ ആരാധിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ കയറിയിട്ട് എന്താ ഗുണം? വായിച്ചേ, 9-ാമത്തെ വാക്യം വായിച്ചേ. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതുമായ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. ഉൽപ്പത്തി വിവരം തുടങ്ങി വെക്കുന്നത് വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നില്ല. ആമേൻ, ആമേൻ. ഭൂമിയുടെ ഉൽപ്പത്തി വിവരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് 2 കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആമേൻ, ആമേൻ. എന്ന് പറഞ്ഞ ആഹാരത്തിനുള്ളത് എന്തില്ല? അവിടെ ഇല്ല. എന്നാൽ ഏദനിൽ തോട്ടമുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം പറയുന്നത് കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്താണോ ഇല്ല എന്ന് പറഞ്ഞത് അതിനെ തന്നെ. ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്തില്ല? നിന്റെ കയ്യിൽ സമ്പത്തില്ലെന്ന് പറഞ്ഞോ, അതിനെ സ്വർഗം ആദ്യം തൊടും. നിന്റെ ഭവനത്തിൽ ആരോഗ്യമില്ലെന്ന് പറഞ്ഞോ, അതിനെ സ്വർഗം ആദ്യം തൊടും. എന്താണോ ഇല്ല എന്ന് നീ ഈ സീസണിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള ആ ഇടത്തിനകത്ത് കൊണ്ടു നിർത്തുന്ന ആദ്യത്തെ നിമിഷം സ്വർഗം തൊടുന്നത് എന്താണോ നിനക്കില്ല എന്ന് പറഞ്ഞത് അതിനെ സ്വർഗം തൊടും. അവിടെ പറയുന്നു കാണാൻ ഭംഗിയുള്ളത്. കാണാൻ നിനക്ക് തരുന്നത് കാണാൻ ഭംഗിയുള്ളതായിരിക്കും. തിന്മാൻ നല്ല ഫലമുള്ളത്. 1-ാമത്തെ ഭാഗം പറയുന്നു അവിടെ ചെടി ഉണ്ടായിരുന്നില്ല. ചെടി ഉണ്ടെങ്കിലേ അതിനെന്തെങ്കിലും ഭംഗിയുണ്ടെന്ന് പറയാൻ പറ്റൂ. അവിടെ ചെടിയേ ഇല്ല, സസ്യങ്ങളേ ഇല്ല. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന തോട്ടത്തിനകത്ത് ആദ്യം സ്വർഗം തൊടുകയാണ്. കാണാൻ ഭംഗിയുള്ള വൃക്ഷങ്ങൾ, കാണാൻ ഭംഗിയുള്ളത്. ഒരു സീസണിൽ ഇല്ല എന്ന് പറഞ്ഞിടത്ത് കാണാൻ ഭംഗിയുള്ളത് ഉളവായി വന്നു. ഒരു സീസണിൽ ഇല്ല എന്ന് പറഞ്ഞിടത്ത്
കാണാൻ ഭംഗിയുള്ളത്. നിന്റെ ലൈഫിനകത്ത് ഭംഗിയുള്ള ചിലത് വരാൻ പോവുകയാണ്. ഭംഗിയുള്ളത് ചിലത് വരാൻ പോവുകയാണ്. ഭംഗിയുള്ളത് നിന്റെ ലൈഫിനകത്ത് വരാൻ പോവുകയാണ്. ഇതുവരെ നീ കാണാത്തത്, ഇതുവരെ മറ്റാർക്കും തുറക്കപ്പെടാത്തതുമായത്, ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിലത് നിന്റെ ലൈഫിനകത്ത് സ്വർഗം തുറക്കാൻ പോവുകയാണ്. അടുത്ത വചനം പറയുകയാണ്, തിന്മ നല്ല ഫലമുള്ള സസ്യമുണ്ടായിരുന്നില്ല, ചെടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് തോട്ടമുണ്ടാക്കിയപ്പോൾ ദൈവം സസ്യത്തെ അല്ല നിർമ്മിച്ചത്, ഒറ്റ വാക്കിനകത്ത് പടുകൂറ്റൻ വൃക്ഷങ്ങളെ. ആമേ, ഒരു നിമിഷം കൊണ്ട് പൊങ്ങി വരുന്ന സസ്യത്തെ അല്ല കർത്താവ് നിർമ്മിച്ചത്. കർത്താവ് നിർമ്മിച്ചത് പടുകൂറ്റൻ വൃക്ഷങ്ങളെ. എന്ന് പറഞ്ഞാൽ നിനക്ക് ഇനി തുറക്കപ്പെടുന്നത് ടെമ്പററി ആയിട്ടുള്ളതല്ല, നിനക്ക് ചില പെർമനന്റ് ആയിട്ടുള്ള ചിലത് തുറക്കപ്പെടാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് ഓൺലൈനിൽ കാണുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, നീ ടെമ്പററി ആയി നിൽക്കുന്ന ചില ജോബിനകത്ത് നിന്ന് പെർമനന്റ് ആയുള്ള ചില ജോബിനകത്തേക്ക് എൻ്റർ ആകുന്ന ചില പേപ്പറുകൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. ദൈവം വൃക്ഷങ്ങളെ മാത്രമല്ല നിർമ്മിച്ചത്, കാലങ്ങൾ കൊണ്ട് വൃക്ഷം വളർന്ന് ഓരോ സീസണിൽ കായ്ക്കേണ്ട ഫലത്തെയും കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നു. വേണ്ടവരിത് പിടിച്ചോണം. ആമേൻ. ഭംഗിയുള്ളതും തിന്മാൻ ഫലമുള്ളതുമായ ആമേൻ വൃക്ഷങ്ങളെയും വൃക്ഷങ്ങളോടൊപ്പം ആമേൻ കാലങ്ങൾ ഇനിയും നീ കാത്തിരിക്കണ്ട, ഇനിയും നീ വെയിറ്റ് ചെയ്യണ്ട, ഇനിയും നീ നോക്കിക്കൊണ്ടിരിക്കണ്ട. എപ്പോൾ ഇതിനകത്ത് ഫലം വരുമെന്ന് ആമേൻ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട തോട്ടത്തിനകത്ത് നിർമ്മിക്കപ്പെട്ട ആ വൃക്ഷങ്ങൾക്കകത്ത് കാലങ്ങൾ കൊണ്ട് ആമേൻ ഉളവായി വരണ്ട നന്മകളും കൂടെ ഫലങ്ങളും കൂടെ ഉൾപ്പെടെ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. അവിടെ പറയുന്നു, ദൈവം നിലത്തു നിന്ന് അതിനെ മുളപ്പിച്ചു. ആമേൻ. ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു, ആ നിലത്തിനകത്ത് നിന്ന് ഒരു സസ്യവും ഉളവായി വന്നില്ല, ആ നിലത്തിനകത്ത് ഒരു ചെടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരുക്കപ്പെട്ട തോട്ടത്തിനകത്ത് ദൈവം പടുകൂറ്റൻ വൃക്ഷങ്ങളെ മുളപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ സീസണിൽ നീ നിന്ന പ്ലേസിനകത്ത് ഒന്നും മുളച്ചു വന്നില്ലെങ്കിൽ, ഒരു നന്മയും നീ കണ്ടില്ലെങ്കിൽ, ഒരു നല്ല അനുഭവങ്ങളും നീ കണ്ടില്ലെങ്കിൽ, നിന്റെ ലൈഫിനകത്ത് വേണ്ട ഒന്നും അതിൽ നിന്ന് തുറക്കപ്പെട്ടില്ലെങ്കിൽ, ഇനി നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഇടത്തിനകത്ത് നീ പോലും വിചാരിക്കാതെ നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണമല്ല, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നിനക്ക് വേണ്ടി ചിലത് സ്വതവേ മുളച്ചു വരാൻ പോകുന്നു. മുളച്ചു വരാൻ പോകുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞെടുത്ത്, ഒന്നും കിട്ടാതിരുന്നെടുത്ത് അവിടെ നിന്ന് ചിലത് മുളച്ചു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ആ ഗന്നസരത്ത് തടാകത്തിനകത്ത് നിന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്നാൽ അടുത്ത പകലിൽ ദൈവം കാണിച്ചു കൊടുത്ത ഇടത്തിനകത്ത് വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം. ഇന്ന് പകലിൽ ചിലരോട് ആത്മാവ് പ്രവചിക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി ചില പ്ലേസുകളെ ഒരുക്കുന്നു. നീ ആ പ്ലേസിലേക്ക് എൻ്റർ ആകുന്ന നിമിഷം ഇതുവരെ കാണാത്തത്, കഴിഞ്ഞ സീസണിൽ നീ നിന്ന പ്ലേസിനകത്ത് തുറക്കപ്പെടാത്ത ചിലത് നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന പ്ലേസിനകത്ത് സ്വതവേ തുറന്നു വരും. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. ആദമിനെ ദൈവം ആക്കിയ ആദ്യത്തെ പ്ലേസിനകത്ത് വചനം പറയുന്നു, അവിടെ മഴ പെയ്തിരുന്നില്ല. ഭൂമിയെ നനയ്ക്കുന്നത് രാവിലെയും വൈകിട്ടും പൊങ്ങുന്ന മഞ്ഞാണ്.
ആമേൻ. 2 സമയം മാത്രം എന്ത് ചെയ്യും? ഇത് ഭൂമിയെ നനയ്ക്കും. ആമേൻ. ബാക്കിയുള്ള ടൈം എന്താണ്? അതൊരു ഡ്രൈനെസ്സിലേക്കാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ആത്മീക മർമ്മമാണ് പറയുന്നത്. എന്നാൽ വചനം പറയുന്നു, യഹോവയായ ദൈവം തോട്ടമുണ്ടാക്കി കൊടുത്തു. അതിൽ അവനെ ആക്കുന്ന ആ പ്ലേസിനകത്ത്, അതിനകത്ത് വചനം പറയുകയാണ്, ആ തോട്ടത്തെ നനപ്പാൻ ദൈവം ഭൂമിയിൽ നിന്ന് മഞ്ഞിനെയല്ല പൊക്കിയെടുത്തത്, ഒരു നദിയെ പുറപ്പെടുവിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ രാവിലെയും വൈകിട്ടും മാത്രം മഞ്ഞു പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നിടത്ത് സദാ സമയവും തോട്ടം നനയേണ്ടതിന് ഒരു നദിയെ സ്വർഗം പുറപ്പെടുവിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ നിന്റെ ഏതു സമയത്തും നീ ഡ്രൈനസിൽ പോകാതെ നീ എപ്പോഴും നിന്റെ ഡ്രൈനസിനെ എടുത്തു മാറ്റുന്ന ഒരു നദി നിനക്ക് വേണ്ടി പുറപ്പെടാൻ പോകുന്നു. വചനം പറയുന്നു, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അതുവരെ മഞ്ഞു പൊങ്ങി ഓരോ സീസണിൽ മാത്രം നിന്റെ ഡ്രൈനസിനെ നീക്കം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഒരു ടൈം പ്രാർത്ഥിച്ച് കയറും പാസ്റ്ററെ, അടുത്ത നിമിഷം ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ ഞാൻ വീണ്ടും ഡൗൺ ആവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആയിരിക്കുന്നവരോടായി ആത്മാവ് പ്രവചിക്കുന്നത്. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ കയറി വരും, മറ്റൊരു ഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഡ്രൈനസിനകത്തേക്ക് പോകുന്ന ചിലരോട് ആത്മാവിക്കുന്നു, നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരിടം, ആ ഇടത്തിനകത്ത് നീ എപ്പോഴും നനയപ്പെടേണ്ടതിന്, നീ ഡ്രൈനസ് അനുഭവിക്കാതെ എപ്പോഴും ആ ആത്മ സാന്നിധ്യത്തിൽ നടക്കേണ്ടതിന് നിനക്ക് വേണ്ടി ഒരു നദി പുറപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. നോക്ക്, തോട്ടം നനപ്പാൻ, ഭൂമി നനപ്പാൻ മഞ്ഞു പൊങ്ങി, പക്ഷെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഇടത്തെ നനയ്ക്കേണ്ടതിന്, നീ ആയിരിക്കുന്ന പ്ലേസിൽ നീ ഡ്രൈനസ് അനുഭവിക്കാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി ദൈവം ഒരു നദിയെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. പകലിൽ ചിലർക്ക് വേണ്ടി ഈ നദി പുറപ്പെടാൻ പോവുകയാണ്. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. എവിടെ നിന്ന്? പുറപ്പെട്ട ഇടത്ത് നിന്ന് തന്നെ അത് 4 ശാഖയായി. എന്താ ഇതിന്റെ അർത്ഥം? പാസ്റ്ററെ, ഞാൻ ഒരു മേഖലയിൽ പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ മറ്റു 3 ഭാഗങ്ങളിൽ നിന്നും എന്നെ ഡ്രൈനസിലേക്ക് കൊണ്ടുപോകുന്ന അന്തരീക്ഷങ്ങൾ എനിക്കെതിരെ കയറി വരും. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ഞാൻ കയറി വരും. കയറി ഒരു ഭാഗത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ്റു 3 ഭാഗങ്ങളിൽ നിന്ന് ഞാൻ ഒതുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്നു പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന നദി അത് 4 ശാഖയായി പിരിയും. ഹല്ലേലൂയ. അത് കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും അത് പിരിയും. എന്തിനു വേണ്ടിയാ? നീ ഒരു ഭാഗത്ത് കയറി വരുമ്പോൾ അടുത്ത 3 ഭാഗങ്ങളിൽ നിന്ന് നിന്നെ ഒതുക്കുന്ന ഡ്രൈനസിനെ നീക്കം ചെയ്യാൻ. ഇന്ന് പകലിൽ നിന്റെ ഡ്രൈനസിനെ നീക്കേണ്ടതിന് നീ എല്ലാ മേഖലയിലും ഒരു തലങ്ങളിലും നീ ഡ്രൈനസ് അനുഭവിക്കാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി നദി പുറപ്പെടുന്നു. ഇന്ന് പകലിൽ ജനത്തിൻ്റെ മുകളിൽ ഈ നദി പുറപ്പെടട്ടെ.
ഈ നദി 4 ശാഖകളായി അത് പിരിഞ്ഞ് ആമേൻ ഡ്രൈനസിനെ കൊണ്ടുവരുന്ന സകല ഏരിയയിലുമേൽ ആമേൻ ഈ നദി ഒഴുകട്ടെ. ഓ റബബബബ സചലമറ സിഖലബബബബ ഋഷബലഘടകമന റൈസ്മനഘടകമന ദലഘടകമന റീസ്മാനഗജലഘടകമന. ഒരു മേഖലയിൽ ഞാൻ പ്രാർത്ഥിച്ചു കയറും, ഒരു മേഖലയിൽ ഞാൻ ആത്മീയമായി ഒന്ന് വളർന്നു വരാൻ ശ്രമിക്കുമ്പോൾ സാമ്പത്തിക മേഖലയിലായിരിക്കും നിന്നെ ഡൗൺ ചെയ്യുന്നത്. ഒരു മേഖലയിൽ നീ പ്രാർത്ഥിച്ച് ഉയർന്നു വരുമ്പോൾ രോഗം കൊണ്ടുവന്നായിരിക്കും നിന്നെ ഡ്രൈനസിനകത്തേക്ക് കൊണ്ടിടുന്നത്. ഒരു മേഖലയിൽ കയറി വരുമ്പോൾ കുടുംബത്തിനകത്തുള്ള ഇടർച്ചകൾ കൊണ്ടായിരിക്കും നിന്നെ ഞെരുക്കുന്നത്. ഇന്ന് അങ്ങനെയൊക്കെ പിശാച് ചെയ്യുന്ന സകല പദ്ധതികളെ പൊളിക്കേണ്ടതിന് ഒരു നദി നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അത് പുറപ്പെടുകയാണ്. ആ നദി നിന്റെ എല്ലാ ഏരിയയും തൊടുന്നതായിരിക്കുമെന്ന് ഇന്ന് പകലിൽ അവൻ നിന്റെ സകല ഏരിയ തൊടുന്ന ആ നദി പുറപ്പെടട്ടെ, പുറപ്പെടട്ടെ. ആ നദി പുറപ്പെടുകയാണ്. ആ നദി ഏദനിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരുക്കിയ ഇടത്തു നിന്ന് അത് പുറപ്പെടുകയാണ്. അത് 4 ശാഖകളായി പിരിയുകയാണ്. അത് നിന്റെ സകല ഏരിയയിലും ഡ്രൈനയാണ്. നിന്റെ ലൈഫിൽ ആ നദി പുറപ്പെടുന്നല്ലോ. ഒരു സീസണിൽ മാത്രം നീ എഴുന്നേറ്റ് വരും, അടുത്ത സീസണിൽ നീ ഡൗൺ ആയി പോകും. ഒരു സീസണിൽ നീ എഴുന്നേറ്റ് വരും, അടുത്ത സീസണിൽ ഡൗൺ ആയി പോകുന്ന അത് നിന്നിൽ നിന്ന് വിട്ടുമാറുകയാണ്. ആ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാവുകയാണ്. ഇനി നീ തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം ഇരിക്കാൻ പോവുകയാണ്. ആ നദി പുറപ്പെടട്ടെ. ഏദനിൽ നിന്ന് പുറപ്പെട്ട നദി അത് എല്ലാ ഏരിയയും നനയ്ക്കട്ടെ, എല്ലാ ഏരിയയും നനയ്ക്കട്ടെ, എല്ലാ ഡ്രൈനസിനെയും നീക്കം ചെയ്യട്ടെ. എല്ലാ ഏരിയയിലും നീ തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവനായി എഴുന്നേറ്റ് വരട്ടെ. ആ നദി പുറപ്പെടുകയാണ്. നദി 4 ശാഖകളായി പിരിഞ്ഞുകൊണ്ട് ആ നദി നിന്നെ ഡ്രൈനസിനെ നീക്കം ചെയ്യും. ഒന്നാമത്തെ ശാഖയുടെ പേര് അവൻ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ബ്രാഞ്ച് എന്നല്ല, ഹെഡ് എന്നാണ്, തല എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു അധികാരത്തെയാണ് കാണിക്കുന്നത്. ഈ നദി 4 ശാഖകളായി പിരിഞ്ഞപ്പോൾ ഇത് 4 ഹെഡായെന്നാ പറഞ്ഞത്, 4 അതോറിറ്റി അധികാരമായെന്നാ പറഞ്ഞത്. അധികാരങ്ങൾ പുറത്തു വരാൻ പോകുന്നു. നദിയായി അത് പുറത്തു വരാൻ പോവുകയാണ്. അതിനകത്തെ ഒന്നാമത്തെ നദിയുടെ പേർ, ഒന്നാമത്തെ ഹെഡിന്റെ തലയുടെ അധികാരത്തിന്റെ പേര് പറഞ്ഞേ പീശോൻ. പറ പീശോൻ. തലയിലോട്ട് കൈവച്ചിട്ട് പറ, എനിക്ക് പീശോൻ എൻ്റെ മേൽ തുറക്കപ്പെടട്ടെ. തലയിലോട്ട് കൈവച്ചിട്ട് പറ പീശോൻ. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവർ തലയിലോട്ട് കൈവച്ചിട്ട് പറ പീശോൻ തുറക്കപ്പെടട്ടെന്ന്. എന്നെ കേൾക്കാം. ഹല്ലേലൂയ. നദി പുറപ്പെട്ടു. ആ നദിയുടെ ഒന്നാമത്തെ ഹെഡിന്റെ പേര് പീശോൻ. ആമേൻ. പീശോൻ തുറക്കപ്പെട്ടപ്പോൾ വചനം പറയുകയാണ് ഹവീല ഇത് ചുറ്റും. പറ ഹവീല ദേശം. പറ ഹവീല ദേശം. ഹവീല ദേശം എന്ന് ഉറക്കെ പറ.
ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവർ ഹവീല ദേശം എന്ന് പറ. നിന്റെ മേൽ പീശോൻ തുറക്കപ്പെട്ടാൽ അത് ഹവീല ദേശത്തിലേക്ക് കണക്ട് ആകും. എന്താ ഹവീല ദേശത്തിന്റെ പ്രത്യേകത? വചനം പറയുന്നു, അവിടെ പൊന്നുണ്ട്, അവിടെ മേൽത്തരമായ പൊന്നുണ്ട്, അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉൾപ്പെടെയുള്ള കല്ലുകളുണ്ട്. കേൾക്ക, നിങ്ങൾക്ക് വേണ്ട ഇത്, നിങ്ങൾക്ക് വേണ്ട ഇത്. പീശോൻ തുറക്കപ്പെട്ടാൽ നിനക്ക് വേണ്ടി ഹവീല ദേശത്തെ നാവിഗേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതുവരെ മറഞ്ഞു കിടന്ന പൊന്നുള്ള, ഗുൽഗുലുവുള്ള, ഗോമേതക കല്ലുള്ള, സമ്പത്തുള്ള മറഞ്ഞു കിടന്ന ഹവീല ദേശം നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആ ദേശത്തിനകത്ത് മേൽത്തരമായ പൊന്ന് വീണ് കിടക്കുകയാണ്, മണ്ണിനകത്ത് വീണ് കിടക്കുകയാണ്. ഇത്രയും നാള് കർത്താവ് ഹവീല ദേശത്തെ നിർമ്മിച്ച് ഗുൽഗുലുവും ഗോമേതകവും പൊന്നും ഓൾറെഡി അവിടെ നിക്ഷേപിച്ചു വച്ചിരിക്കുക. പക്ഷെ എപ്പോഴാണ് അധികാരമാകുന്ന നദി പുറപ്പെട്ടത്? ആ നദിയാണ് നിന്നെ സമ്പത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് പകരം നിന്നെ സമ്പത്തിലേക്ക് നയിക്കുന്ന പീശോൻ തുറക്കപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സമ്പന്നരാണെങ്കിൽ പിടിക്കണ്ട കേട്ടോ. ആത്മാവ് പ്രവചിക്കുന്നു, നിന്നെ സമ്പന്നതയിലേക്ക് നയിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പീശോൻ ഒരുവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ പീശോൻ എന്ന അധികാരം സമ്പത്തിലേക്ക് നയിക്കും. പീശോൻ തുറക്കപ്പെടട്ടെ. അത് ഹവീല ദേശത്തെ ചുറ്റും വചനം പറയുന്നു, അവിടെ പൊന്നുണ്ട്, മേൽത്തരമായ പൊന്നുണ്ട്, അവിടെ ഗുൽഗുലുവുണ്ട്, ഗോമേതകമുണ്ട്. ഓ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും മേൽത്തരമായ ഡയമണ്ട് ഉണ്ട്, ഏറ്റവും വില കൂടിയ സ്വർണമുണ്ട്. പീശോൻ തുറക്കപ്പെടുന്നത് വരെ മറഞ്ഞു കിടക്കുകയായിരുന്നു. ഹവീല ദേശം മറച്ചത് ഈ മറഞ്ഞു കിടന്ന സമ്പന്നതയെ കൊണ്ടുതരുന്ന ഹവീല ദേശത്തിലേക്കാണ്. ഇന്ന് പകലിൽ ആത്മാവ് പ്രവചിക്കുകയാണ്, നിന്റെ ദാരിദ്ര്യത്തെ നീക്കുന്ന ഹവീല ദേശവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകേണ്ടതിന് പീശോൻ എന്ന അധികാരത്തെ നീ സ്വീകരിക്കുക. ദൈവം ഏദനിൽ നിന്ന് ഒരു നദിയെ പുറപ്പെടുവിച്ചു. അടുത്ത ഈ നദിയെ 4 ശാഖകളായി അല്ലെങ്കിൽ 4 അധികാരങ്ങളായി ഹെഡായിട്ട് അതിനെ എന്ത് ചെയ്തു? ദൈവം പിരിച്ചു. മനുഷ്യൻ ദൈവം, ആമേൻ. ദൈവം ഒന്നാമതിക്കണം. ഇതുവരെ നീ അസ്ഥികളെയാ കണ്ടോണ്ടിരുന്നത് അല്ലേ? ചുറ്റും ശൂന്യതയല്ലേ കണ്ടോണ്ടിരുന്നത്? നീ കണ്ടത് ഹവീലയൊന്നുമല്ല, നീ കണ്ടത് ചുറ്റിക്കറങ്ങുന്ന അവസ്ഥകളാണെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവ് പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി ഒരു ഹവീല ദേശത്തെ നാവിഗേറ്റ് ചെയ്തു തരുന്ന പീശോന്റെ അധികാരം ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. നിന്റെ മേൽ പീശോൻ തുറക്കപ്പെടട്ടെ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ചില ഗുപ്ത നിധികളുണ്ട്, ചില സമ്പത്തിന്റെ ഉറവിടങ്ങളുണ്ട്. അതിനെ തുറന്നു കാണിക്കുവാൻ പീശോൻ നിന്റെ മേൽ തുറക്കപ്പെടുകയാണ്.
ഹവീല ദേശത്തിന്റെ പ്രത്യേകത, പൊന്ന് ഉണ്ട്. ആ പൊന്നിന്റെ പ്രത്യേകത മേൽത്തരമായ പൊന്നാണ്. അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ജുവലേഴ്സിനകത്തേക്ക് കയറുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. ജുവലേഴ്സിനകത്ത് ലിമിറ്റഡാണ്, പക്ഷെ ഇതിനകത്തുള്ളത് അൺലിമിറ്റഡാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ദൈവവിഷയമായ സമ്പന്നതയെ കൊണ്ടുതരുന്ന ഹവീല ദേശത്തെ നാവിഗേറ്റ് ചെയ്യേണ്ടതിന് പീശോന്റെ അധികാരം നിന്റെ മേൽ വീഴുകയാണ്. മറഞ്ഞു കിടക്കുന്ന സമ്പത്തിന്റെ ഹവീല ദേശങ്ങളെ നിന്റെ മുമ്പിൽ തുറന്നു കാണിക്കും. യേശുവേ, വയലിൽ ചെടിയില്ല, സസ്യങ്ങളില്ല, മഴ പെയ്തില്ല, നദിയില്ല, ഹവീല ദേശമില്ല, ഒന്നും തുറക്കപ്പെടാതെ കിടന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ ഒരു ഇടത്തെ ദൈവം ഒരുക്കി. ഒന്നും തരാത്ത ചില ശാപഭൂമിക്കകത്ത് നിന്ന് നിന്നെ ദൈവത്താൽ ഒരുക്കപ്പെട്ട പ്ലേസിനകത്ത് ഈ നാളിൽ നിന്നെ കൊണ്ടു നിർത്താൻ പോവുകയാണ്. നിനക്ക് സ്വതവേ പുറത്തു വരാൻ കഴിയാത്ത ചില പ്ലേസിനകത്തു നിന്ന് സ്വർഗം നിന്നെ ദൈവത്താൽ ഒരുക്കപ്പെട്ട ചില പ്ലേസിനകത്തേക്ക് നിന്നെ പ്ലേസ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ നിനക്കു വേണ്ടി സസ്യങ്ങളല്ല, ചെടികളല്ല, ഒറ്റ വാക്കിൽ ഫലമുള്ള, കാണാൻ ഭംഗിയുള്ള, തിന്മാൻ നല്ലതായ വൃക്ഷങ്ങളെ ഫലത്തോടു കൂടെ മുളപ്പിക്കാൻ പോവുകയാണ്. അവസ്ഥകൾക്കകത്ത്, അതിനകത്ത് ആ ഡ്രൈനസിനെ നീക്കാനായിട്ട് നിനക്കു വേണ്ടി ഒരുക്കപ്പെടുന്ന ഇടത്ത് നദി പുറപ്പെടും. നദി പുറപ്പെടും. ഇന്ന് പകലിൽ ആ നദി പുറപ്പെടുകയാണ്. ഡ്രൈനസിനെ നീക്കുന്ന നദി പുറപ്പെടും. നദിക്കകത്ത് 4 അധികാരങ്ങളുണ്ട്, 4 ശാഖകളുണ്ട്, 4 ഹെഡ്. അത് പീശോനാണ്. ആ പീശോൻ, നദിക്കകത്ത് ദൈവം വെച്ച പീശോൻ എന്ന അധികാരം ഒരുവന്റെ മേൽ തുറക്കപ്പെട്ടാൽ അവന്റെ മുമ്പിൽ ഇത്രയും നാൾ മറഞ്ഞു കിടന്ന സമ്പത്തിന്റെ ഉറവിടമാകുന്ന ഹവീല ദേശം തുറക്കപ്പെടും. പ്രാർത്ഥിച്ചു. ഇന്ന് പകലിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയ ഒരുക്കിയ ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പകലാണ്.